പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുള്ളമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറഞ്ഞു. അങ്ങയുടെ കൃപയും അനുഗ്രഹവും എപ്പോഴും ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവിധം ഇന്നേ ദിനം നൽകിയതിനെ ഓർത്ത് നന്ദി പറയും. സ്ത്രീയായാലും നാമാനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് സൗഖ്യദായകനാണ് അങ്ങെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, പ്രവാചകൻ സ്വന്തം നാട്ടിൽ മാനിക്കപ്പെടുകയില്ലെന്ന് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുന്നു. പ്രവാചക ദൗത്യങ്ങളെ അംഗീകരിക്കുകയും പ്രവാചകൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും ലഭിക്കുമെന്ന് ഞങ്ങളെ ഓരോരുത്തർ ഉറപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങേ സ്തുതിക്കുന്നു. കാരുണ്യവാനായ കർത്താവിൽ ഇന്നേതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ അങ്ങയുടെ കൃപയെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങേ മഹത്വപ്പെടുത്തും. വിധവയുടെ അരികിലേക്കും നാമാൻ്റെ അരികിലേക്കും ഒക്കെ ഏലീശായും എന്നൊക്കെ കടന്നു ചെല്ലുമ്പോൾ ദൈവമേ, നിൻ്റെ സാന്നിധ്യമാണ് അവർക്ക് നൽകിയതെന്ന് ഞങ്ങൾ ഓർക്കും. പുണ്യമായി നോൻപ് കാലത്ത് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെയും വിളിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ മഹത്വപ്പെടും. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ കൃപാവരത്തിൻ്റെ നിറവിൽ ഞങ്ങൾ ഓരോരുത്തരെയും ജീവിക്കാൻ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും. പാപരഹിതമായി ജീവിക്കുവാൻ, മറ്റുള്ളവരെ അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും, പ്രവാചകനെന്ന് പരിഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് പ്രവാചകൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് ഞങ്ങളുടെ ഓർമ്മിപ്പിക്കുന്ന കാരണം കർത്താവെ, അങ്ങേ തിരസ്കരിച്ചൊരു ജനതയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ രക്ഷകനെ സ്വീകരിക്കാൻ കഴിയാതെ പോയി അവർക്ക് ഉണ്ടായ നഷ്ടങ്ങൾ ഏറെയാണെന്ന് ഇന്ന് തിരിച്ചറിയുമ്പോൾ നിൻ്റെ കാരുണ്യ സ്നേഹം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവത് ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.